നല്ലൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് പോയി 2-3 മാങ്ങ പറിച്ചിട്ട് അച്ചാറിടാണ്. അച്ചാർ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലേ, പൊതുവേ കുറവായിരിക്കും. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 5 മാങ്ങയാണ്. അത്യാവശ്യം തോല് കട്ടിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങളിൽ തോല് കളഞ്ഞും അല്ലാതെയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കട്ടി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ അതിൻ്റെ തൊലി കളയേണ്ടതില്ല, പകരം അരിഞ്ഞെടുത്താൽ മാത്രം മതി. ഈ അച്ചാറിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനൊരു പാത്രം അടുപ്പിൽ വെച്ച് ആദ്യം തന്നെ 1 സ്പൂൺ കടുക് ഇടണം. കടുക് വറുത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. അതും ഒന്ന് പൊട്ടി ശരിയാകുമ്പോഴേക്കും 1/2 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി അത് മിക്സിയിൽ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പച്ചമുളക്, ഞാനിവിടെ 10-12 പച്ചമുളക് എടുത്തിന്, 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, 3 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടുതൽ ടേസ്റ്റ് കൊടുക്കും കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും തൊലി കളഞ്ഞ ശേഷം പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് ആ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ചിടാം. പക്ഷേ ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലോട്ടിട്ട് അത് അരച്ചെടുത്തിട്ട് കേട്ടോ, മിക്സിയിൽ അരച്ചെടുത്തു. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടില്ലേ, കടുകൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് അതിട്ട് കൊടുത്ത് അത് നന്നായി ഇളകി ചേരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാലക്കൂട്ടിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കണം. ഈ മസാലകൾ മാങ്ങയിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ചില മാങ്ങകൾ പെട്ടെന്ന് വേവും, ചില മാങ്ങകൾ പെട്ടെന്നൊന്നും വേവില്ല. എൻ്റെത് ഇത്തിരി വേവുള്ള മാങ്ങയാണ്. ഞാൻ പറഞ്ഞില്ലേ, തൊലി കട്ടിയുള്ളതാണ്, മാംസണം കൂടുതലുള്ളതാണ്. ആ ടൈപ്പിലുള്ളൊരു മാങ്ങയാണിത്. അതിന് ശേഷം ഇത്തിരി മുളക് പൊടി എനിക്ക് കുറവാണെന്ന് തോന്നിയിട്ട് 1/4 സ്പൂണ് മുളക് പൊടിയും പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പോരെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഒരു 5-10 മിനിറ്റിലധികം ആവും കേട്ടോ. ഇങ്ങനെ അത്ര പെട്ടെന്ന് ഇതായി കിട്ടൂല. വെളിച്ചെണ്ണ അടങ്ങിയ ആ കൂട്ടിൽ മാങ്ങ ഒരു ചെറിയ രീതിയിൽ ഒരു കുതിരുന്ന പോലെ, നമ്മൾ മസാല എല്ലാം ആക്കിയാൽ കാണൂലേ, ആ രീതിയിലോട്ടാവണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതിങ്ങനെ മാങ്ങ വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആറാൻ വെക്കണം. തണുത്ത ശേഷം നമുക്കതിൽ ആവശ്യമായ സുറുക്ക ഒഴിക്കാം. അതായത് വിനാഗിരി ഒഴിച്ച ശേഷം എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ഈ മാങ്ങ അച്ചാർ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം 1 കൊല്ലം 2 കൊല്ലമൊക്കെ നിൽക്കും കേട്ടോ, വെള്ളമൊന്നും ചേരാണ്ട് ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ. ഇതുപോലെ നനഞ്ഞ സ്പൂണുകളൊന്നും ഇട്ടിട്ട് ഇത് കോരി എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.